ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. യൂറോ കപ്പ് കാണാൻ നിർത്തിയിട്ട ഓട്ടോയിൽ നിന്ന് ബൈക്കിലെത്തിയ സംഘം 20,000 രൂപ കവർന്നു. നഷ്ടമായത് ഓട്ടോയുടെ ബാങ്ക് അടവിനായി കടം വാങ്ങി സൂക്ഷിച്ച പണം. മംഗലം വാളൂർ സ്വദേശി മുഹമ്മദ് നാസിഫിന്റെ പണമാണ് കവർന്നത്. പണമെടുത്ത ശേഷം പേഴ്സും രേഖകളും തിരിച്ച് വാഹനത്തിലെത്തിച്ചാണ് കവർച്ചാ സംഘം രക്ഷപ്പെട്ടിരിക്കുന്നത്. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവിന് ലഭിച്ചു. വാളൂരിലെ ക്ലബ്ബിൽ സുഹൃത്തുക്കൾക്കൊപ്പം കളി കാണാൻ ഓട്ടോയിൽ എത്തിയതിനിടെയാണ് നാസിഫിന്റെ പണം കവർന്നത്. അടുത്ത ദിവസത്തെ ബാങ്ക് അടവിനായി കടം വാങ്ങി ഓട്ടോയിൽ വെച്ചതായിരുന്നു പണം. കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ നാസിഫ് അടുത്ത ദിവസം രാവിലെയാണ് പണം നഷ്ടമായ വിവരം അറിയുന്നത്. 6-ാം തീയതി പുലർച്ചെ പോർച്ചുഗലിന്റെയും ഫ്രാൻസിന്റെയും കളി അത് കാണാനും വേണ്ടിയിട്ട് ഞങ്ങൾ ക്ലബ്ബ് കയറിയതായിരുന്നു. അവിടെ മേലെയാണ് ക്ലബ്ബ്. അപ്പോൾ വണ്ടി ദാസമാൾ എന്ന് പറഞ്ഞിട്ട്, ദാസേട്ടൻ്റെ ബിൽഡിംഗ് ആണ്, പക്ഷേ ഞങ്ങളെ നാട്ടിലെല്ലാവരും ദാസമാൾ എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ഥലം അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ, ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം അതിൽ ഫസ്റ്റ് സ്പെയിനും ജർമ്മനിയും കൂടെയുള്ള കളി ഫസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ചായ പിടിച്ച് വന്നിട്ട് ഏകദേശം ഒരു 12:30-12:45 വണ്ടി അവിടെ സൈഡാക്കിയാണ് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ, ദാസേട്ടൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ സൈഡാക്കി. അവിടുന്ന് പിന്നെ ഞാൻ അറിയണത് പിറ്റേ ദിവസം 9:30 ഞാൻ അറിയണത് എൻ്റെ പേഴ്സും ഒക്കെ പൊയ്ക്കണെന്നുള്ളത്. പിറ്റേ ദിവസം രാവിലെ 9:30 അറിയണത്. പിന്നെ നമ്മൾ ദാസേട്ടൻ്റെ ബിൽഡിങ്ങിൻ്റെ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരമാണ് ചെക്കിങ് കിട്ടിയത്. അതിൻ്റെ ശേഷം നമ്മളെ നാട്ടിലത്തെ ആരെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരും എല്ലാ ഗ്രൂപ്പിലും പറഞ്ഞ്, അപ്പോൾ അതൊന്നും കിട്ടിയില്ല. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ പുറത്തത്തെ ടീമാണ് എടുക്കുന്നതെന്നുള്ള CCTV ദൃശ്യം അതിലുണ്ട്. നിങ്ങളിപ്പോൾ കളി കഴിഞ്ഞിട്ട് സാധാരണ പോലെ വീട്ടിൽ പോയി അപ്പോഴൊന്നും നമ്മൾ നഷ്ടമായ കാര്യം അറിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി അവിടെ സൈഡാക്കണ്, നമ്മൾ പിന്നെ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ചാവി ഇരിക്കുന്നുണ്ട്, വണ്ടീൻ്റെ ഉള്ളിൽ വണ്ടി എടുത്ത് ചാവി എടുത്തിട്ട് നമ്മൾ വരെ പോകുന്നു. പിറ്റേ ദിവസം നമുക്ക് ആ പൈസൻ്റെ ആവശ്യം വെച്ചിരിക്കണ രാത്രിയാണ്, പക്ഷേ പിറ്റേ ദിവസം നമുക്ക് ആ പൈസൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ പുറത്തുള്ള ആരോ വന്നിട്ട് എടുത്തുകൊണ്ടാണ് സൂക്ഷിച്ച പണമായിരുന്നു. അത് വണ്ടീൻ്റെ അടവടക്കാൻ അത് കടം വാങ്ങിയതാണ്. അത് സങ്കടം. അതും പോയി ഇതും പോയി. CCTV കേന്ദ്രീകരിച്ച അന്വേഷണത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ അന്വേഷിക്കാൻ കൊടുത്തിരിക്കുന്ന ആ പോലീസുകാരൻ്റെ അനുസരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ.
ബൈക്ക് അല്പം അകലെ പാർക്ക് ചെയ്ത ശേഷം യുവാവ് നടന്ന് ഓട്ടോയുടെ അടുത്തെത്തുകയും വളരെ പെട്ടെന്ന് പണമെടുത്ത് മടങ്ങുകയുമാണ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് പണമെടുത്ത യുവാവ് ബൈക്കിന് സമീപത്തേക്ക് ഓടുന്നതെല്ലാം വാഹനം നിർത്തിയിട്ടിരുന്ന കെട്ടിടത്തിന്റെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വൈകാതെ തിരിച്ചെത്തി കാലിപ്പേഴ്സും മറ്റും തിരിച്ചു വെച്ചിട്ടുമുണ്ട്. ഓട്ടോയിൽ പണം സൂക്ഷിച്ചത് ഒപ്പമുണ്ടായിരുന്നവർക്ക് പോലും അറിയുമായിരുന്നില്ല. എന്നിരിക്കെയാണ് ബൈക്കിലെത്തിയവർ കവർച്ച നടത്തിയിരിക്കുന്നത്. പിന്നീടുള്ള അന്വേഷണത്തിൽ ബൈക്കിലെത്തിയ സംഘം മംഗലം ആലത്തിയൂർ റോഡ് വഴി പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഫ്രണ്ട് സർക്കിളിലൊക്കെ അത്യാവശ്യം അന്വേഷിച്ച് ആ ഫോട്ടോയിൽ കാണുന്ന ആളെ പരിചയം ഉണ്ടോയെന്നുള്ളത് ആർക്കും കണ്ടു പരിചയമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ അത്ര ഒരു ക്ലിയർ വ്യക്തമാവണില്ല, മുഖം അത് വ്യക്തമാവണില്ല. അതിൽ രണ്ടാൾക്കാരാണ് വന്നിട്ടുള്ളത്. അതിലൊരാളെ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുള്ളൂ, മറ്റൊരാളെ വ്യക്തമല്ല. ബൈക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു 1:50 ശേഷമാണ് അവർ വളൂർ അങ്ങാടിയിലേക്ക് വരുന്നത്. പിന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അവർ പോയിട്ടുണ്ട്. പിന്നെ തിരിച്ച് പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, പൈസ മാത്രം എടുത്തിട്ട് പേഴ്സ് റിട്ടേൺ അവർ കൊടുന്ന് വെച്ച്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടന്നത്. പ്രൂഫും കാര്യങ്ങളൊക്കെ അവർ തിരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പണം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 20,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പറഞ്ഞമാതിരി തന്നെ അടവിന് വെച്ചിട്ടുള്ള പൈസയാണ്. അപ്പോൾ ഞങ്ങളെ സുഹൃത്തുക്കളെ ഇടയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ആയിരിക്കും അബദ്ധവശാൽ സംഭവിച്ചതെന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്ന് അന്വേഷിച്ചു. അപ്പോൾ ആ രീതിയിൽ ഒന്നും കിട്ടിയില്ല. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ 6-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് കേസ് കൊടുത്തത്. അപ്പോൾ ആ ദൃശ്യങ്ങൾ തന്നെ ആദ്യം ഒരു ക്ലിയർ ഇല്ലാത്ത രീതിയിലായിരുന്നു. പിന്നെ ഡയറക്റ്റ് ആ ഫുട്ടേജ് എടുത്തപ്പോഴാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇപ്പോൾ ഒന്ന് വീണ്ടും സ്റ്റേഷനിൽ വന്ന് 2 ദിവസമായി ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നത്. നമ്മളേതായിട്ടുള്ള രീതിയിലൊക്കെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴും അന്വേഷണത്തിൻ്റെ രീതി തന്നെയാണ്. പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യക്തമായിട്ടുള്ളത്. CCTVയിൽ വാഹനത്തിന്റെ നമ്പറോ ആളുടെ രൂപമോ വ്യക്തമല്ല. നാട്ടുകാർക്കിടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഇവരെ തിരിച്ചറിയാൻ ആയിട്ടുമില്ല. എഡിറ്റർ ലൈവ്, മംഗലം. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.